നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയുടെ അസസ്മെൻറ്റ് ലെവലിനെ കുറിച്ചും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിനെ കുറിച്ചുമാണ്. മെയ് 10 മുതൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, അതായത് ലിവിങ് കോസ്റ്റിനകത്ത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ സ്റ്റുഡൻസിന് ഈ ഓസ്ട്രേലിയയിലെ ലെവൽ 1, 2, 3 അസസ്മെൻറ്റ് ലെവല്, യൂണിവേഴ്സിറ്റികളുടെ അസസ്മെൻറ്റ് ലെവല് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കൊടുക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ അടുത്ത് സ്റ്റുഡൻസ് എപ്പോഴും വന്ന് നമ്മുടെ കൗൺസിലേഴ്സിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ അസസ്മെൻറ്റ് ലെവൽ 1 പോകണം, അല്ലെങ്കിൽ വിസ കിട്ടത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ഞാനൊരു ആൻസർ തരാം. അസസ്മെൻറ്റ് ലെവൽ 1, 2, 3 ആയിട്ടോ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, ഓസ്ട്രേലിയയിലെ മിക്കവാറും യൂണിവേഴ്സിറ്റികൾ, ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളും ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളാണ്. അതിനകത്ത് നമ്മൾ ആകെ അന്വേഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് സാലറി, എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് ഒത്തിരി സോഴ്സസ് ഉണ്ട്. സ്റ്റഡി ഓസ്ട്രേലിയ എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണകൾ കിട്ടും. അസസ്മെൻറ്റ് ലെവൽ 1 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും, ഇപ്പം നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ലെവൽ 1 പോയാൽ മതി എന്ന് പറയും. ഇപ്പം സിറ്റുവേഷനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കുന്ന സിറ്റുവേഷനിൽ അത് ലെവൽ 1 പക്ഷേ നാളെ നിങ്ങൾ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് അത് 2 3 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആൾക്കാർ, ഓരോ ഏജൻസ് അല്ലെങ്കിൽ ഓരോ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് ലെവൽ 1 പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമില്ല. ലെവൽ 1 ലെവൽ 2 ലെവൽ 3 തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇഷ്ടംപോലെ ഏജൻസ്, ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഏജൻസ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് കൂടാതെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പോട്ടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, PT ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, TOEFL ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഫ്രോഡ് കാണിക്കുമ്പോഴാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ ലെവൽ 3 ലെവൽ 2 ഒക്കെ താഴെ പോകുന്നത്. വിസ കംപ്ലീറ്റ് ചെയ്ത് വിസ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ വെരിഫിക്കേഷനൊക്കെ വിടുന്നത്. ആ സമയത്തും യൂണിവേഴ്സിറ്റിയുടെ ലെവലിൽ നിന്ന് യൂണിവേഴ്സിറ്റി താഴെ പോവുകയും ചെയ്യും. ലാസ്റ്റ് മന്ത്, അതായത് ഏപ്രിൽ മാസം, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ലെവൽ 1 നിന്ന് ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ലെവൽ 2 ലെവൽ 3 ആയിപ്പോയി. ഇതിനെല്ലാം റീസൺ അവിടെ ചെന്നിട്ട് സ്റ്റുഡൻസ് വേറൊരു കോഴ്സിലേക്ക് മാറുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യുകയോ ഫീസ് കുറഞ്ഞ പ്രോഗ്രാമിലേക്ക് പോവുകയോ, എക്സാമ്പിൾ പറഞ്ഞാൽ ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ ഡിഗ്രി പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ കപ്പാസിറ്റി ഇല്ല, എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണ്, അങ്ങനെ വരുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി അവർക്ക് റിലീസ് കൊടുക്കും. അവർ നേരെ പോയിട്ട് ഡിപ്ലോമയ്ക്ക് ചേരും. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ പലതും ഈ ലെവൽ 1 ലെവൽ 2 3 ഒക്കെ പോകേണ്ടി വന്നത്. DHA ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ലിവിങ് കോസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്നത് 24,505 നിന്ന് 29,710 മാറ്റം വരുത്തിയേക്കുന്നത് ലാസ്റ്റ് 10. ആക്ച്വലി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് കൂട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിങ് കോസ്റ്റ്, അതായത് ലിവിങ് കോസ്റ്റ് കൂട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം ജോബിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അത് അവർക്ക് ഫിനാൻഷ്യൽ, അതായത് ലിവിങ് കോസ്റ്റ്, അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന പക്ഷം അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. സെക്കൻഡായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന് വരുന്ന സ്റ്റുഡൻസ്, അതായത് ഏത് രാജ്യത്തുനിന്ന് പോയാലും ആ സ്റ്റുഡൻസ് അവിടെ പോയി നല്ലപോലെ പഠിച്ച് പാസ്സായിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ DHA ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം അക്കാഡമിക് മെറിറ്റ്, അതായത് നല്ല മാർക്കുണ്ടായിരിക്കണം. അത് ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരോ ആരാണെങ്കിലും നല്ല മാർക്കുണ്ടായിരിക്കണം. അത് കൂടാതെ ലാംഗ്വേജ് എബിലിറ്റി ഹൈ ആയിരിക്കണം. അതായത് നമുക്ക് ജസ്റ്റ് 6, 5.5 അല്ലെങ്കിൽ 52, 50 അങ്ങനെയൊന്നും ഇനി മുതൽ നമുക്ക് ഓസ്ട്രേലിയക്ക് വിസ കിട്ടത്തില്ല. അസസ്മെൻറ്റ് ലെവൽ 1 എന്ന് പറയുമ്പം നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യും. അതേസമയം അസസ്മെൻറ്റ് ലെവൽ 2 3 കിടക്കുന്നവർക്ക് കുറച്ച് ഡിലേ വരുമെന്നുള്ളതിനപ്പുറത്ത് അവർക്ക് അവരുടെ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റിയിലോ അവരുടെ വിസയിലോ അവരുടെ ഈ പറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോഡ് അങ്ങനെയുള്ളത് കാണിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ വേറെ ഒരു യൂണിവേഴ്സിറ്റിക്കും, ഈ പറയുന്ന എത്ര യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലുണ്ട്, ഏത് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ വിസ റിജക്റ്റ് ആവുകയോ ഒന്നുമില്ല. പല സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ലെവൽ 1 നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടത്തുള്ളൂ, 2 വിസ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് റിജക്ഷന് ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സംഭവമില്ല. അതിനകത്ത് റിസ്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്, റിസ്ക് റേറ്റിംഗ് വിസ റിഫ്യൂസലിൻ്റെ ബേസിലല്ല, അതിനകത്ത് ഒത്തിരി റീസൺസ് ഉണ്ട്. റേറ്റ് ഓഫ് വിസ ക്യാൻസലേഷൻ, അതായത് അത് 25% വെയിറ്റിംഗ് ആണ് അതിന് വരുന്നത്.
അല്ലാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് ലെവൽ 1-ലുള്ളവർക്ക് 2-ലുള്ളവർക്ക് 3-ലുള്ളവർക്ക് ഡിഫറൻസ് എന്ന് നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ തന്നെ കറക്റ്റായിട്ട് കാണും. പിന്നെയുള്ള അടുത്ത സെക്കൻഡ് ആയിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റെഫ്യൂസൽസ് ഡ്യൂ ടു ഫ്രോഡ് റീസൺ എന്ന് പറയുന്നത് 40% വെയിറ്റിംഗ് ആണ്. ആ 40% വെയിറ്റിംഗ് വരുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മളുടെ ലെവൽ 1-ന്ന് 2-ലേക്കും 2-ന്ന് 3-ലേക്കും ഒക്കെ ഓരോ യൂണിവേഴ്സിറ്റികളിൽ പോകാൻ കാരണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റെഫ്യൂസൽസ് എക്സ്ക്ലൂഡിങ് ഫ്രോഡ്, അതായത് അത് 10% വെയിറ്റിങ്ങേ ഉള്ളൂ. ആ 10% വെയിറ്റിംഗ് എന്ന് പറയുമ്പം അപ്പം നമ്മൾ ഓർക്കും ഫ്രോഡ് കാണിക്കാത്തവർക്ക് 10% വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി ലെവൽ 1-ന്ന് 2-ലേക്കോ 3-ലേക്കോ പോകാൻ ഒരു ചാൻസും ഇല്ല. ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ഫ്രോഡ് കാണിച്ചിട്ട് 40% വെയിറ്റിംഗ് വന്നതാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം ഇത്രയും ലെവൽ താഴെ പോകാൻ കാരണം. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് വിസ ഹോൾഡേഴ്സ് ബിക്കമിങ് അൺലോഫുൾ നോൺ സിറ്റിസൺസ്, അത് വരുന്നത് 15% വെയിറ്റിംഗ് ആണ് വരുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സബ്സിക്വൻറ്റ് പ്രൊട്ടക്ഷൻ വിസ ആപ്ലിക്കേഷൻ, അത് 10% വിസ വെയിറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കാണുന്ന ഏജൻസ് സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ വേറൊരു കൺട്രിയിൽ പോയി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്നാണ് ആപ്ലിക്കേഷൻ വെക്കുക, എക്സാമ്പിൾ പറഞ്ഞ് ഓസ്ട്രേലിയയിൽ നിന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഒന്നുമല്ല, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആണോ ഇന്ത്യൻ പാസ്പോർട്ടാണോ അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല, നിങ്ങളെ അങ്ങനെ തന്നെ കാണത്തുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് വെച്ചെന്നോ അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വെച്ചെന്നോ അതും അല്ലെങ്കിൽ വേറൊരു ഗൾഫ് കൺട്രിയിൽ നിന്ന് വെച്ചെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഇന്ത്യൻ സിറ്റിസണായിട്ട് മാത്രമേ അവർ നിങ്ങളുടെ ഫയലിനെ അസസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ പോയി പിന്നെ ഈ കോഴ്സ് മാറാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ നിങ്ങൾ നല്ല ഡിസിഷൻ എടുത്തിട്ട് തന്നെ ആ കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ആകുക, പോവുക. ഒരു കാരണവശാലും ലെവൽ 1-ഉം 2-ഉം 3-യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡറിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. അവരുടെ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്.